ഹലോ നമസ്കാരം. ഇന്ന് സംഗീത സംവിധായകൻ എം.എസ്. വിശ്വനാഥൻ സാറിന്റെ ജന്മവാർഷിക ദിനമാണ്. ലളിതഗാനങ്ങളുടെ രാജാവെന്ന് അർത്ഥം വരുന്ന മെല്ലിസെ മന്നൻ എന്നും അദ്ദേഹത്തെ സംഗീത ലോകം വിളിക്കാറുണ്ട്. മനയങ്കത്ത് സുബ്രഹ്മണ്യൻ എന്ന മലയാളി കൂടിയായ നമ്മുടെ എം.എസ്. വിശ്വനാഥൻ സാറിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സതീഷ് ക്ഷമിക്കുക, വളരെ പ്രയാസമുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ. കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. ആദ്യത്തെ പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ സാറിന് ആദ്യമായി സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത പാട്ട് ഓർമ്മ വന്നതാണ് ഇല്ലേ? പണിതീരാത്ത വീട് എന്നുള്ള ഫിലിമിലെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാമുഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അതിലെ തന്നെ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ചെന്നുള്ള പാട്ട് അദ്ദേഹം പാടി ഹിറ്റാക്കിയതാണ്. എം.എസ്. വിശ്വനാഥൻ സാറിന്റെ പാട്ടാണിത്. അതുപോലെ തന്നെ സുശീലം പാടിയ അണിയം മണിയം പൊയ്കയിൽ പണ്ടോരയന്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലത ചേച്ചി ലത രാജു പാടിയ വാ മമ്മി വാ മമ്മി വാ വന്നൊരുമ്മ താ മമ്മി താ മമ്മി താ. അതുപോലെ ലങ്കാദഹനം എന്നുള്ള ഫിലിമിലെ ശ്രീകുമാരൻ നമ്പി സാർ എഴുതിയ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതിൽ ഗോപുരവാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. കരുണാമയനവൻ കാത്തുനിന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് വരികളാണ്. ഒരു പിടിച്ചോറിനായി യാചിച്ചു ദൈവം, ചിരികൾ ഉയർന്നു സദസ്സിൽ, ചിരികൾ ഉയർന്നു സദസ്സിൽ. ഒരു കാവൽക്കാരൻ വാളൂങ്ങി നിന്നു, ചിരിച്ചു പിൻവാങ്ങി. ഭഗവാൻ അല്ലേ, ദൈവം വരെ ഒരു പിടി ചോറിനെ യാചിച്ചു എന്നാണ് പറയുന്നത്. ശ്രീകുമാരൻ നമ്പി സാറിന്റെ വളരെ മനോഹരമായൊരു കവിതയാണ് അല്ലെ, വരികളാണ്. അതില് തന്നെ ജയചന്ദ്രൻ സാറ് പാടിയ തിരുവാഭരണം ചാർത്തി വിടന്നു തിരുവാതിര നക്ഷത്രം, ഭയങ്കര ഹിറ്റാണ് ആ പാട്ട്. അതുപോലെ തന്നെ അതൊക്കെ പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, അതാണ് രണ്ടുപേരും വെച്ച് പാടി അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രകാന്ത് എന്നുള്ള ഫിലിമിലെ ഹൃദയവാഹിനി ഒഴുകുന്നു ഞാൻ, എം.എസ്. സാറിന്റെ പാട്ട്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ആ നിമിഷത്തിന്റെ നിവൃതിയിൽ ഞാനൊരാവണിത്തെന്നല മാറി, ആയിരം ഉന്മാദരാത്രികൾ തൻഗന്ധം ആത്മതലത്തിൽ തുളുമ്പി, ആത്മതലത്തിൽ തുളുമ്പി. ആ നിമിഷത്തിന്റെ നിവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. അതുപോലെ തന്നെ വേറൊരു പാട്ട് സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി, ദാസായിട്ട് പാടിയത്. അത് കഴിഞ്ഞിട്ട് ദിവ്യദർശനത്തിലെ പിന്നെ നമ്മൾ ജയേട്ടൻ പാടിയ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഈ ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. ഒന്ന് ഈ പാടാൻ പോകുന്ന, അടുത്തത് അനുരാഗഗാനം പോലെ എന്നുള്ള പാട്ട്. ഇപ്പം എം.എസ്. വിശ്വനാഥ് സാറിന്റെ പാട്ടെന്ന് പറയുമ്പോൾ സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായോജ്യം രൂപം, ഏതൊരു കോവിലും ദേവതയാക്കും, ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. അതുപോലെ തന്നെ അതിനകത്ത് വേറെ
വേറൊരു പാട്ടുണ്ട്, കർപ്പൂര ദീപത്തിന് കാന്തിയിൽ എന്നുള്ള പാട്ട്. അതുപോലെ തന്നെ ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദ കമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയുമേ കരുണാസാഗരമേ. അങ്ങനെ ഒരു പാട്ട്. അങ്ങനെ പിന്നെ കുറേ പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. ശീലാമ്മ സംവിധാനം ചെയ്ത യക്ഷഗാനം എന്നുള്ള ഫിലിമിലെ ഒരു പാട്ട്. നിഷേധിനി നിഷേധിനി ഞാനൊരു രാപ്പാടി പാടാം പാടാം നിൻ വിരഹഗാനം പ്രാണനിലുണരും യക്ഷഗാനം യക്ഷഗാനം. പിന്നെ ഒരുപടി പാട്ടുകളുണ്ട്. നമ്മൾ ഒരുപാട് പാട്ടുകളുണ്ട്. എന്നെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയെന്ന പാട്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, മലയാളം പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ്സ് ചെയ്യാം, കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, നമ്മുടെ ഒരു മലയാളി കൂടി, നമുക്ക് അഭിമാനിക്കല്ലേ, മലയാളി കൂടിയാണ് അദ്ദേഹം. മെല്ലിസേ മന്നൻ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു ഓർമ്മകൾ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.